ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു കാണുന്ന ഫോട്ടോ. അതായത് ഗിബ്ലി സ്റ്റുഡിയോ എഫക്റ്റ് എന്നാണ് ഈ ഒരു എഫക്റ്റ് പറയുന്നത്. നമ്മൾ നോർമലി പണ്ടൊക്കെ ട്രെൻഡായ പോലെ തന്നെ ഒരു കാർട്ടൂൺ എഫക്റ്റാണ്. ജസ്റ്റ് AI വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാർട്ടൂൺ എഫക്റ്റാണ്. ഫോട്ടോനെ ഒരു കാർട്ടൂൺ മോഡലോട്ട് ജസ്റ്റ് മാറ്റുന്നതിനാണ് ഈ ഒരു ഗിബ്ലി എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ നമ്മുടെ ഫോണിൽ ഫ്രീ ആയിട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ട് പറയാം, വീഡിയോയിൽ നേരിട്ട് പോകും, കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, ശരിക്കും എല്ലാവരും ചെയ്യുന്നത് ഇതിലാണെന്ന് ചോദിച്ചാൽ ChatGPT-യിലാണ്. ChatGPT-യിലെ വേർഷൻ 4 ചെയ്യുന്നത്. വേർഷൻ 4 ഒരിക്കലും ഫ്രീ അല്ല, അത് പെയ്ഡ് ആണ്. ChatGPT നമുക്കിവിടെ കാണാം ഗെറ്റ് പ്ലസ് എന്ന് പറഞ്ഞാൽ പ്രീമിയം യൂസേഴ്സിന് മാത്രമേ ChatGPT നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ChatGPT എന്ന് പറയുന്നത് 3.5 ആണ്. നമ്മൾ പ്ലസ് എടുത്താൽ മാത്രമേ ChatGPT 4 ടെർബോ എന്നുള്ള ഒരു വേർഷനിലോട്ട് പോകുള്ളൂ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ചെയ്ത് നോക്കുക നിങ്ങൾ. കുറേ പേർക്ക് ഒരു വൺ ടൈം ആയിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, ബട്ട് കുറേ പേർക്ക് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. റെഡി ആകുന്നുണ്ടോ, സെറ്റ് ആകുന്നുണ്ടോ ഇല്ല, ജസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ChatGPT ഇനി ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ChatGPT ഡൗൺലോഡ് ചെയ്താൽ മതി. ജസ്റ്റ് പ്ലസ് ക്ലിക്ക് ചെയ്യുക, ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾ ഫോട്ടോ ആഡ് ചെയ്യുക. ഫോട്ടോ ആഡിന് ശേഷം ഈ ഒരു പ്രോംപ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, കൺവേർട്ട് ദിസ് ഇമോജിൻ്റെ സ്റ്റുഡിയോ ഗിബ്ലി ആ സ്റ്റൈൽ ആർട്ടെന്ന്. ജസ്റ്റ് അതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക. 5 minutes later. അപ്പോൾ ഇവിടെ ഞാൻ ChatGPT ഫ്രീ ആയിട്ടുള്ള ChatGPT വെച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ടൈം എടുക്കൂട്ടെ. ഏകദേശം നിങ്ങൾ ഒരിക്കലും ബാക്ക് ഒന്നും പോകരുത്. ഈ ഒരു പേജിൽ തന്നെ നിൽക്കുക. ഇത് റെഡി ആകാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജിൽ തന്നെ ഒരു 5 മിനിറ്റ് to 7 മിനിറ്റ് ഒക്കെ നിങ്ങൾ നിൽക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ലോഡാകും, എല്ലാം ലോഡാകും. ലോഡായി കഴിഞ്ഞ ഒരു ഇമേജ് ChatGPT എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് നിങ്ങൾക്ക് സേവ് ടു ഫോട്ടോസ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യാം. പ്രോംപ്റ്റ് കറക്റ്റായിട്ട് ഇത് തന്നെ അടിക്കാൻ നോക്കുക. അപ്പോൾ ഇവിടെ കാണുന്ന സെക്കൻഡ് ടൈം ട്രൈ ചെയ്തപ്പോൾ ഇതിൽ നമ്മൾ ലിമിറ്റ് തീർന്നത്. അതായത് ഒരു ലിമിറ്റ് മാത്രം ഒരു ദിവസം കിട്ടുന്നുള്ളൂ. അത് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, മസ്റ്റായിട്ട് തന്നെ ആ ഒരു ഫ്രീ വേർഷൻ ട്രൈ ചെയ്ത് നോക്കുക. മേ ബി ഇനി നിങ്ങൾക്ക് ഇത് കുറേ പേർക്ക് വർക്കാകുന്നില്ലെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ ട്രൈ ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ ഒരിക്കലും ChatGPT അത്ര പെർഫെക്റ്റ് അല്ല. നമ്മൾ ഗ്രോക്ക് ചെയ്യുകയാണ്. ChatGPT റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു AI ആണ് ഗ്രോക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതും നിങ്ങൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ശേഷം നിങ്ങൾ നേരത്തെ ചെയ്തപോലെ തന്നെ ഞാനിവിടെ നമ്മുടെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഫോട്ടോ ആഡ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ ചെയ്ത അതേ പ്രോംപ്റ്റ് ഇവിടെ കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് സെൻഡ് ചെയ്യുക. ഇതിൽ ChatGPT അടക്കുന്ന അത്ര ടൈമൊന്നും എടുക്കുന്നില്ല. അതിനേക്കാളും കുറച്ച് ടൈമാണ്, ബട്ട് ഒരിക്കലും ChatGPT അത്ര പെർഫെക്ഷൻ ആയിരിക്കില്ല. 5 minutes later. ഗ്രോക്കിൽ നമുക്ക് 2 മിനിറ്റോട് 1 മിനിറ്റോട് തന്നെ റെഡി ആവും, ബട്ട് ഒരിക്കലും അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. ഇവിടെ കാണാം ഇങ്ങനെ ഒരു ഫോട്ടോ ആയിരുന്നു നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ബട്ട് ChatGPT നമുക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടും പെർഫെക്റ്റ് ആയിട്ടുമാണ് കിട്ടുന്നത്. ആ ഒരു ഡിഫറൻസ് എന്തായാലും ഉണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് പ്രീമിയം അല്ലെങ്കിൽ പ്ലസ് മെമ്പർ ഒന്നും നിങ്ങൾക്ക് അത് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്രോക്ക് വെച്ച് ട്രൈ ചെയ്യാം. നിങ്ങൾ എന്തായാലും ChatGPT ഫ്രീ ആയിട്ട് ഈ ഒരു പ്രോംപ്റ്റ് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കുക. മേ ബി ഒന്നൊക്കെ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിനുശേഷം ലിമിറ്റ് തീരാം. മേ ബി അല്ലെങ്കിൽ ആർക്കെങ്കിലും വർക്കായില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിലൊക്കെ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പ് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ള എല്ലാം ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത കാണാം. അതുവരേക്കും ഗുഡ് ബൈ.